ഹായ്, എൻ്റെ പേര് ഡോക്ടർ ജിജിൻ. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ പുതിയതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എനിക്കൊരു ബെസ്റ്റ് അതിഥിയെ കിട്ടി. ലൈക്ക് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ക്വസ്റ്റ്യൻസും എനിക്ക് വേണ്ട ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ബിസി ലൈഫിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മിസ്റ്റർ ഷാജി കുര്യൻ, ചാലക്കുടിയിലാ വീട്. പുള്ളിക്ക് ഒത്തിരി പ്രായമുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ പുള്ളീനെ ഒരു 40-50 അകത്തുള്ള ഒരു റേഞ്ചാണ് കാണുന്നത്. അപ്പോ ഹായ് സാർ. യെസ് സാർ, എങ്ങനെയാണ് ഈ എയർഫോഴ്സിൽ നിന്ന്, ലൈക്ക് എയർഫോഴ്സ് ആണ് സാർ വർക്ക് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് സാർ റീറ്റെയിൽ ബിസിനസ് ഇട്ടു. അപ്പൊ സാർ എങ്ങനെയാണ് ഈ പാഷനിലോട്ട് എത്തിയത്, ലൈക്ക് ഹെൽത്ത് ആൻഡ് വെൽനസ്? എന്താണ് സാറിന്റെ ഒരു മിഷൻ ആക്ച്വലി? എന്താ പറയൂ. ഞാൻ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടി തുടങ്ങിയത് ഞാൻ സ്കൂൾ തലത്തിലാണ്. 70s തോന്നുന്നു നമ്മുടെ കേരള ഗവൺമെൻറ് കലോത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. കായിക മത്സരങ്ങളും ഉണ്ടായിരുന്നു, മറ്റു കലോത്സവങ്ങളും സ്റ്റാർട്ട് ചെയ്ത് അന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്നാണ് ഞാൻ 7th സ്റ്റാൻഡേർഡിലോ മറ്റോ പഠിക്കുമ്പോഴാണ് ഈ കലോത്സവം വന്ന് സ്കൂളിലെ കുട്ടികൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അത് ഓടാനും ചാടാനും ഉള്ള ട്രെയിനിങ് കൊടുക്കുന്നൊരു സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ മിഡിൽ സ്കൂളിലുണ്ടായിരുന്ന എൻ്റെ ഡ്രിൽ മാഷ് ഞങ്ങളെ കുറേ കുട്ടികളെ സംഘടിപ്പിച്ച് ഹൈസ്കൂളിലുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുമായിട്ട് കണക്ട് ചെയ്ത് ഞങ്ങൾക്ക് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ട്രെയിനിങ് തന്നു, കോച്ചിങ്, നമ്മുടെ സ്പോർട്സിനുള്ള കോച്ചിങ് തന്നു. അവിടെ നിന്ന് മുതലാണ് എൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പല കാര്യങ്ങളും വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ ഫിസിക്കൽ ട്രെയിനിങ്, എൻഡുറൻസ് എങ്ങനെയാണ്, സ്റ്റാമിന എങ്ങനെ കൂട്ടാമെന്ന് ഉള്ളതൊക്കെ പറഞ്ഞു തന്നിരുന്നു. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ആളുകളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 2 ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനോടാണ്. കാരണം എൻ്റെ സബ്ജക്റ്റ് പഠിപ്പിച്ചവരല്ല, ഇവരാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ കൊണ്ടുതന്നത്. അതിനുശേഷം ഇന്ത്യൻ എയർഫോഴ്സിൽ പോയി. ഇന്ത്യൻ എയർഫോഴ്സിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി അത് ആ ജോലി ആണെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ജോലി പിന്തുടർന്നു. അതിനുശേഷം ഖത്തറിൽ ഞാൻ വർക്ക് ചെയ്യാനിടയായപ്പോൾ, ഞാൻ ഏകദേശം ഖത്തറിൽ ചെന്നതിന് ശേഷം ആണ് ഞാൻ കല്യാണത്തിന് വേണ്ടി പ്രപ്പോസലൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഈ കല്യാണമൊക്കെ കഴിക്കാൻ പോകില്ല, നീ യോഗയൊക്കെ ചെയ്യണം, നിങ്ങളുടെ കുടുംബജീവിതത്തിന് വളരെയധികം സഹായിക്കുന്ന കാര്യമാണ് യോഗ, അതുകൊണ്ട് അത് ചെയ്യണം. അത് ഞാൻ നടക്കാൻ പോവും, അങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഇദ്ദേഹം എന്നെ ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഇൻട്രൊഡ്യൂസ് ഒരു യൂറോപ്യൻ സ്ത്രീയുടെ ആയിരുന്നു, യൂറോപ്യൻ ലേഡി എഴുതിയൊരു ബുക്കായിരുന്നു. ഞാൻ ഇന്ത്യൻ യോഗ ബുക്കുകൾ പലത് വായിച്ചതൊന്നും കിട്ടാത്ത കുറേ ഇൻസൈറ്റ് എനിക്ക് ആ ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടി. അങ്ങനെയാണ് യോഗയായിട്ട് കണക്ട് ചെയ്യുന്നത്. യോഗയായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ ഹെൽത്തിൻ്റെ ബേസ് എന്താണെന്ന്, ഹെൽത്തിനെ കുറിച്ചുള്ള ബേസ്, നമ്മൾ ഫിസിക്കൽ എക്സർസൈസ് ചെയ്യുമെങ്കിൽ കൂടി എന്താണ് ഹെൽത്തിൻ്റെ ബേസ് എന്ന് മനസ്സിലാക്കി. എൻ്റെ മിഷൻ എന്ന് പറയുന്നത്, ഞാൻ ഈ പ്രായത്തിൽ ഹെൽത്തി ആയിട്ടിരിക്കുന്നു, അതിനുള്ള കാരണങ്ങൾ ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹെൽത്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ മിഷൻ. ഓക്കെ സാർ, ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലൈക്ക് ഒരു വർക്കൗട്ട്, ഒരു എക്സസൈസ് ചെയ്തു എന്ന് എൻ്റെ എനിക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ സ്വെറ്റ് ചെയ്യണം. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ലൈക്ക് എനിക്ക് പേഴ്സണലി ഞാനൊരു എക്സസൈസ് ചെയ്തു, ഞാൻ എന്തെങ്കിലും ചെയ്തു, ഒരു വർക്ക് ഡൺ എന്ന് തോന്നണമെങ്കിൽ ഞാൻ സ്വെറ്റ് ചെയ്യണം. ലൈക്ക് എനിക്ക് കാർഡിയോ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത്, അതാണ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ. അപ്പോൾ മിസ്റ്റർ ഷാജി പറയുന്നു, ലൈക്ക് അതൊരു യോഗയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഞാൻ യോഗയിലോട്ട് ചിന്തിക്കാത്തതും അത് ബെനിഫിഷ്യൽ ആണ് എന്ന് അറിയാമെങ്കിലും എനിക്ക് അതിലൊരു ഫുൾഫിൽമെന്റ് ഈ സ്വെറ്റ് ചെയ്യുന്നത് പോലെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അതെന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്ന് ഒന്ന് പറഞ്ഞുതരാമോ? അത് നമ്മൾക്ക് സ്കൂൾ തലത്തിൽ എഡ്യൂക്കേഷൻ ഈ ഹെൽത്തിനെ കുറിച്ച് കിട്ടുന്നില്ല. നമ്മൾക്ക് സബ്ജക്റ്റ് എഡ്യൂക്കേഷൻ ആണ് കിട്ടുന്നത്. ഒരു ജോലിക്കാരനെ വാർത്തെടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മുടെ അക്കാഡമിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ളത്. അത് ഞാൻ പറയുകയാണെങ്കിൽ അതൊരു ഇൻഡസ്ട്രിയൽ ഏജന്റ് പ്രൊഡക്റ്റാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം. മനുഷ്യന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്ന ഹെൽത്താണ്. എങ്ങനെ ഹെൽത്തി ആയിരിക്കാം എന്ന് ആരും പഠിപ്പിക്കുന്നില്ല.
നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഇച്ചിരി വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നടക്കുക എന്ന് പറയും. കാരണം ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് ആ ഡോക്ടർക്ക് പരിമിതികളുണ്ട് അദ്ദേഹത്തിന് ഒരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യിക്കാൻ. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് നടക്കാൻ പോകുക എന്നുള്ളതാണ്. ആ നടക്കാൻ പോകുന്നതുകൊണ്ട് കിട്ടാവുന്ന ബെനിഫിറ്റ് എന്താണ്? ഇപ്പൊ ഡോക്ടർ ജിജിൻ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വേർത്താലേ എനിക്ക് എക്സസൈസ് ചെയ്തു എന്ന് തോന്നുന്നു. നിങ്ങൾ ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്റ്റേണൽ മസിൽസിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. എക്സ്റ്റേണലി എല്ലാ മസിൽസിനും എൻഡ്രൻസ് കൂട്ടാനും സാധിക്കും. അതിനകത്ത് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്ത് നിങ്ങളുടെ ഹെൽത്തി ആക്കാൻ സാധിക്കും. ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും, നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും എന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കാലത്തെ അസുഖങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം വരുന്നത് നമ്മുടെ ഈ തൊറാസിക് ഏജിനകത്തുള്ള നമ്മുടെ ഓരോ ഓർഗൻസിനെയാണ് ബാധിച്ചിരിക്കുന്നത്. നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് വേർക്കുമ്പോൾ നിങ്ങളുടെ എക്സ്റ്റേണൽ ബോഡിക്ക് നല്ല എൻട്രൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസിന് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സസൈസ് കൊടുക്കാൻ സാധിക്കും. അവിടെയാണ് യോഗയുടെ പ്രസക്തി വരുന്നത്. നിങ്ങളുടെ തൊറാസിക് ഏജിലുള്ള എല്ലാ വൈറ്റൽ ഓർഗൻസിനും ശരിയായ ഒരു മസാജ് പോലെ കൊടുക്കണമെങ്കിൽ യോഗ ചെയ്യണം. അവിടെയാണ് യോഗയുടെ പ്രധാന ഇമ്പോർട്ടൻസ് പറയുന്നത്. അത് യോഗയിലും ഇപ്പോൾ ആളുകൾ ചിന്തിച്ചിരിക്കുന്ന യോഗ എന്ന് പറയുന്നത് ആ യോഗാസനം അല്ലെങ്കിൽ ആ പോസ്റ്റേഴ്സിനെ കുറിച്ചാണ് ആളുകൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്. യോഗ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായ ചില പോസ്റ്റേഴ്സിൽ ഇരിക്കുക അതൊക്കെയാണെന്നാണ് ആളുകളുടെ ധാരണ. യോഗ എന്ന് പറയുന്നത് അതല്ല. യോഗ എന്ന് പറയുന്നത് ക്ലീനിങ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൈൻഡ് ക്ലീനിങ്. ഈ കാലഘട്ടത്തിൽ ആളുകളുടെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. ആ മൈൻഡ് സെറ്റ് ശരിയായാൽ മാത്രമേ നമ്മൾക്ക് ആദ്യമേ ഹെൽത്തി ആകാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് യോഗയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞ യഥാർത്ഥ ഹെൽത്ത് എന്താണെന്ന് മനസ്സിലാക്കിയത് തന്നെ ഞാൻ യോഗ പഠിച്ചതിന് ശേഷമാണ്. എന്തിനാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറഞ്ഞു തന്നത് യോഗയാണ്. അവിടെയാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. നിങ്ങൾ ഫിസിക്കൽ ജിമ്മിൽ പോകുന്നു, ഒരു ബോഡി ബിൽഡ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ജിമ്മിൽ പോകുന്നത് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന് മസിൽ ബിൽഡ് ചെയ്യണം, അദ്ദേഹത്തിന് ഷേപ്പ് ബിൽഡ് ചെയ്യണം. ജിമ്മിൽ പോകുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ അതാണ്. അവിടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ബാക്കിയുള്ള ഘടകങ്ങൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യമേ യോഗ പ്രാക്ടീസ് ചെയ്യണം, ക്ലീനിങ് ഓഫ് മൈൻഡ് പ്രാക്ടീസ് ചെയ്യണം, ക്ലീനിങ് ഓഫ് ബോഡി പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം ബാക്കി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് യോഗ കൊണ്ട് മാത്രമല്ല ഫിസിക്കൽ ട്രെയിനിങ്ങും വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി ഞാൻ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് തന്നെ ചെയ്യണം. യോഗ ചെയ്തുകൊണ്ട് വേർക്കില്ല എന്നുള്ളത് ശരി തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഫിസിക്കൽ എക്സസൈസ് എന്തെങ്കിലും വെയിറ്റ് എക്സസൈസുകൾ ചെയ്യണം എന്ന് ഞാൻ മനസ്സിലാക്കി. അതും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഇതാണ്. ഞാൻ വളരെ ഹൈ ലെവലിലുള്ള യോഗാസനം ഒന്നും ആരെയും പഠിപ്പിക്കാറില്ല. അപ്പോൾ ആളുകൾക്ക് സാധാരണ നിലയിൽ ചെയ്യാവുന്ന ബേസിക് കാര്യങ്ങൾ നിങ്ങളുടെ ബോഡി ക്ലീൻ ചെയ്യാനും, അത് ആദ്യമേ തിയറിയാണ് പഠിപ്പിക്കുന്നത്. തിയറി പഠിപ്പിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർ ഒരു ദിവസം 1 hour എങ്കിലും മെഡിറ്റേഷനും ഫിസിക്കൽ എക്സസൈസിനും കൂടി കമ്പൈൻ ചെയ്ത് ഒരു 1 hour സ്പെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് പ്രയോജനപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പൊ എനിക്ക് വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ആൾക്കാർ പ്രോസസ്ഡ് ഫുഡ് അതേപോലുള്ള ഫുഡ് കൂടുതൽ കഴിക്കുന്നു. ആൾക്കാർ ഒബേസിറ്റി റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഒബേസിറ്റി റേറ്റ് കൂടി. അപ്പൊ എൻ്റെ ഒരു ഡൗട്ടാണ്, അപ്പോൾ ഇതിൽ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവരെ വർക്ക് കൾച്ചറാണ് എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. വർക്ക് കൾച്ചർ ലൈക്ക് ഒരു 9 to 5 ജോബ് ഡെയിലി ബേസിസിൽ Monday to Friday വർക്ക് ചെയ്യുന്നു. സാറ്റർഡേ സൺഡേ അവർ ഓഫ് എടുക്കുന്നു. അവർ ആ സമയത്തായിരിക്കും അവരെന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതേപോലൊരു ബിസി സ്കെഡ്യൂളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പോപ്പുലേഷനെയാണ് സാറ് അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസി സ്കെഡ്യൂളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പോപ്പുലേഷന് ജസ്റ്റ് സാർ പറയുന്ന ടിപ്സും ഒരു വാല്യുബിൾ ആയിട്ടുള്ള കോഴ്സും കൊണ്ട് എന്തൊക്കെ ചേഞ്ച് അവർ തന്നെ വരുത്തണം? ലൈക്ക് മൈൻഡ് സെറ്റ് ഓക്കെ, ഇങ്ങനെ ചെയ്യാം, ടൈം ഓക്കെ. അപ്പൊ അതിനെക്കുറിച്ച് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യമേ ഹെൽത്താണ് വെൽത്ത് എന്നുള്ളത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിൽ ഉറപ്പിക്കുക. ഹെൽത്താണ് വെൽത്ത്. നിങ്ങൾ എന്തുണ്ടാക്കിയിട്ടും ഒരു കാര്യമില്ല, നിങ്ങൾ ഹെൽത്തി ആയിരിക്കണം. ഞങ്ങൾ ആളുകളെ പഠിപ്പിക്കണേ നിങ്ങൾക്ക് മരിക്കാനുള്ള ഹെൽത്തെങ്കിലും വേണം എന്ന് പ്രായമായവരോട് പറയുന്നുണ്ടല്ലോ. നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിച്ചാൽ മാത്രമേ ഒരു ഹെൽത്തി ആയിട്ട് മരിക്കാൻ പറ്റൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മരിക്കുന്ന അസുഖമായിട്ട് കിടന്ന് മരിക്കുന്നതിൽ നിങ്ങൾ വ്യത്യാസം വരുത്തണം. അത് മക്കൾക്ക് നിങ്ങൾക്ക് ബേഡനായി തീരും. അതുകൊണ്ട് ഹെൽത്തി ആയിട്ട് ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് മരിക്കാൻ പറ്റുള്ളൂ.
അത് ഇതിനകത്ത് നമ്മുടെ ന്യൂ ജനറേഷനോട് ഞാൻ പറയാനുള്ള അവർക്ക് എങ്ങനെയെങ്കിലും ടൈം മാനേജ് ചെയ്ത് ടൈം ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾ വെൽത്തിന്റെ പുറകെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഹെൽത്തിന്റെ ഡെഫിനിഷൻ സാധാരണ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് എക്കണോമിക്കൽ വെൽബീയിങ് ആണ് എന്ന് പറയുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡെഫിനിഷനാണ്. അതിനകത്ത് ഏറ്റവും അവസാനമാണ് എക്കണോമിക്കൽ എഡ്യൂക്കേഷൻ വരുന്നത്, എക്കണോമിക്കൽ വെൽത്ത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എല്ലാം ഈ ചെറുപ്പം മുതൽ പഠിക്കുന്നത് മുഴുവനും എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. വെൽത്ത് എന്ന് ഇൻ ദ സെൻസ് പൈസ ഉണ്ടാക്കുക. ഞാൻ പൈസയെ അല്ല വെൽത്ത് എന്ന് പറയുന്നത്. വെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കലി, മെന്റലി, സോഷ്യലി, സ്പിരിച്വലി വെൽത്തി ആവുക എന്നുള്ളതാണ് ഞാൻ പറയാറുള്ളത്. അപ്പൊ ഏറ്റവും അവസാനത്തെ ഫിനാൻഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടിയാണ് നമ്മുടെ കംപ്ലീറ്റ് ആളുകളും നമ്മൾ ജനിച്ചു വീഴുന്ന അന്ന് മുതൽ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. അതിൽ നിന്ന് മാറ്റം വരണം. അപ്പോൾ ഒരു പ്രായ വ്യക്തി നമ്മളൊരു മെച്യൂർഡ് ആയി കഴിയുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കണം, നമ്മളുടെ ആ ജോലിയേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഹെൽത്തിനാണ് എന്ന് മനസ്സിലാക്കി അത് നമ്മുടെ മെന്റൽ ഹെൽത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാം, ഹെൽത്തി ആയിട്ട് മരിക്കാനും സാധിക്കും. ഓക്കെ സാറേ, ഞാനിപ്പോ ഒരു വീഡിയോസ് സോഷ്യൽ മീഡിയ കാണുമ്പോൾ അവിടെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലൈക്ക് ഒരു 18 hour ഫാസ്റ്റിംഗ്, 6 hour ഈറ്റിംഗ് വിൻഡോ, അല്ലെങ്കിൽ 20 hour ഫാസ്റ്റിംഗ്, 4 hour ഈറ്റിംഗ് വിൻഡോ. ആക്ച്വലി ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് യുടെ ബെനിഫിറ്റ്സ് അല്ലെ അത് നല്ലതാണോ, അതോ നമ്മൾ ആക്ച്വലി ഒരു 3 നേരം കഴിക്കേണ്ട കാര്യങ്ങൾ കഴിച്ച് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? അപ്പൊ അതേക്കുറിച്ച് സാറിന്റെ തോട്ട്സ് എന്താണ്? ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂട്രിയൻസിനെ കുറിച്ചാണ്. എന്താണ് ന്യൂട്രിയൻസ്, എന്തിനാണ് നമ്മുടെ ന്യൂട്രിയൻസിന്റെ ബോഡിക്ക് ആവശ്യം എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കാര്യം നമ്മൾക്ക് ഈ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യം വരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്, പിന്നെ വരുന്നത് പ്രോട്ടീനാണ്, ഫാറ്റ് ഉണ്ട്, പിന്നെ വൈറ്റമിൻസും മിനറൽസ്. ഇത്രയും ഘടകങ്ങളാണ് നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചിരിക്കുന്നത് അന്നജം, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ചോറ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ ഭക്ഷണമാണ് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ കഴിച്ചിരിക്കേണ്ടതെന്ന് നമ്മുടെ തലയിൽ കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴും വില്ലനായിരിക്കുന്നത് ഈ ചോറ് തന്നെയാണ്. അതിന്റെ പ്രധാന പ്രശ്നം എന്നു പറയുന്നത്, ഇപ്പൊ എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ജോലിക്കാരൻ പറയാണ്, എടാ ഇത് നീ എന്റെ ഷോപ്പ് അടച്ചിട്ട് വരാൻ പറയും, അതെന്റെ ചോറാണെന്ന് പറയും. ഒരു ജോലിയിലൊന്ന് ലീവ് എടുക്കാൻ പറഞ്ഞാൽ അതെന്റെ ചോറാണെന്ന് പറയണേ. അവിടെയാണ് ആളുകൾ മനസ്സിലാക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് എന്തിനാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ എത്ര ഫിസിക്കൽ എക്സർഷൻ ഉണ്ട്, നമ്മൾ ഫിസിക്കലി ആക്ടിവിറ്റിക്ക് അനുസരിച്ച് മാത്രം കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ നമ്മൾ പണ്ട് പാടത്ത് പണി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ ആളുകൾ കഴിച്ചിരുന്ന പോലെ ഇപ്പോഴും കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു. എല്ലാ കുടുംബങ്ങളും കാണാം, ചോറ് ഒരു വീട്ടിൽ ചോറ് കുറച്ച് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വെക്കില്ല. അത് എന്റെ ഭാര്യയോട് പറഞ്ഞാലും അത് സമ്മതിക്കില്ല. കാരണം അത് വളരെ മോശമാണെന്നാണ് അവർ. ഞാൻ പറഞ്ഞു, എടി ഒരു ദിവസം നീ പട്ടിണി കിടന്നോ, ചോറ് തിന്നാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആള് സമ്മതിക്കില്ല. ഒരു കുടുംബത്തില് ചോറ് വൈകുന്നേരം ഇല്ല എന്ന് പറയുന്നത് മോശമായിട്ട് കാണുന്നത് അത് വളരെ വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ ചോറ് എന്ത് ചെയ്യുന്നു, ബാക്കി വരുന്ന ചോറ് വെള്ളത്തിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു വെക്കും. പിറ്റേ ദിവസം എടുത്ത് ആ ചോറ് ആ വെള്ളത്തിൽ തിളപ്പിച്ച് കഴുകി വാരി തിളപ്പിച്ച് പിന്നീട് കഴിക്കുന്നു. വെറും ചവറാണ് തിന്നുന്നതെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. ആ കാർബോഹൈഡ്രേറ്റ് നമ്മൾ അന്നജം ഉള്ളിച്ചെന്ന് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്ത് ആ ഗ്ലൂക്കോസ് ബേൺ ചെയ്തിട്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ആ എനർജി, നമ്മൾക്ക് ആവശ്യമുള്ള എനർജിയിൽ കൂടുതൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാർബോഹൈഡ്രേറ്റ് തിരിച്ച് കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫാറ്റ്, തടി കൂടുന്നതും ഓവർ വെയിറ്റും ഒബിസിറ്റിയിലും ഉണ്ടാകുന്നത്. അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ദൗത്യം. അത് ചോറ് കുറയ്ക്കുന്ന ഒരു പ്രശ്നമില്ല ആളുകൾ, അതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ഭക്ഷണം എന്നാണ് പറയുന്നത്. ഇനി ആ ചോറ് ഈ രീതിയിലാണെങ്കിൽ നമ്മൾ അത് ചോറ് കുറച്ചിട്ട് നമ്മുടെ ആവശ്യമുള്ള പ്രോട്ടീനെ കുറിച്ച് സംസാരിക്കുമ്പോഴുള്ള പ്രശ്നം എന്നാന്ന് പറഞ്ഞ് ആളുകൾക്കറിയാം, പ്രോട്ടീൻ മുട്ട, പാല്, മാംസത്തിൽ നിന്നാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അപ്പൊ എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ ആദ്യം പറയുന്നത്, നിങ്ങൾ എല്ലാ മാംസം, മുട്ട, പാല് ഇതിലെല്ലാം കൊളസ്ട്രോൾ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, അത് കഴിക്കരുത് പറഞ്ഞ് അവരെ അത് കഴിക്കാൻ അനുവദിക്കില്ല. ഇപ്പൊ ഏറ്റവും പുതിയ റിസർച്ചിൽ വന്നിരിക്കുന്ന ഈ കൊളസ്ട്രോൾ ഒക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അല്ല, നമ്മുടെ ബോഡി തന്നെ സിന്തസൈസ് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ബോഡിയിലെ ചില ഇത് കാരണം കൊണ്ടാണ്. അതെന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റ് ആണ്.
ബേസിക്കലി ഞാൻ പറയുന്ന അതൊരു മൈൻഡ് സെറ്റ് ആണ്. ആ മൈൻഡ് സെറ്റിലാണ് ഈ പറയുന്ന കൊളസ്ട്രോൾ ഒക്കെ ബിൽഡ് ചെയ്യുന്നത്, നമ്മുടെ ലിവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോൺസ്, എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ്? നമ്മുടെ മൈൻഡ് സെറ്റിന്റെ അനുസരിച്ചാണ്. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ നല്ല ഹോർമോൺസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ലിവർ കുറെ കൊളസ്ട്രോൾ ഉണ്ടാകും. ഡോക്ടറാണല്ലോ, ഡോക്ടർക്ക് അറിയാം. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ലിവറാണ് ഇതെല്ലാം. നിങ്ങൾ എത്ര ബീഫ് കഴിച്ചാലും അതൊരു പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ അതനുസരിച്ചുള്ള ഫിസിക്കൽ എക്സർസൈസ് ചെയ്ത് അതിലുള്ള ബീഫിലോ അല്ലെങ്കിൽ മീറ്റിലോ അല്ലെങ്കിൽ മുട്ടയിലോ ഉള്ള ഫാറ്റ് നിങ്ങൾക്ക് അത് ബേൺ ചെയ്ത് കളയാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. ചോറ് ഉപേക്ഷിക്കാന്നല്ല. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ ഫാസ്റ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വൈറ്റമിൻസും മിനറൽസും നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതേസമയം കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും. അതെന്തിനാണ് പ്രകൃതി നമ്മൾക്ക് അത് അങ്ങനെ ചെയ്തു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ പണ്ട് കാലങ്ങളിൽ മനുഷ്യനുണ്ടായ കാലഘട്ടത്തിൽ പകുതി സമയത്ത് മാത്രമേ ഫുഡ് കിട്ടുള്ളൂ. 6 മാസം പട്ടിണിയായിരുന്നു. ആ പട്ടിണിയുള്ള കാലത്തിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഫാറ്റ് സ്റ്റോർ ചെയ്തിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ വഴി നമ്മൾക്ക് നല്ല രീതിയിൽ ഭക്ഷണങ്ങളുണ്ട്. എല്ലാവർക്കും ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ കിട്ടുന്നത്. ലോകത്തിലെ എക്സസ് ഫുഡാണെന്നാണ് പറയുന്നത്. ചില രാജ്യങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ പ്രശ്നമാണ്. അതല്ലെങ്കിൽ എക്സസ് ഫുഡാണെന്ന് പറയുന്നത്. പല രാജ്യങ്ങളും ഫുഡിന് വില കൂടാൻ വേണ്ടി കടലിൽ കൊണ്ടേ തള്ളുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫുഡ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും സ്റ്റോർ ചെയ്തില്ല അതാത് ദിവസം നമ്മൾക്ക് കിട്ടണം. ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിക്കാതെ വരുമ്പോൾ പ്രശ്നം ഉണ്ടാകാം. നിങ്ങൾ ചോറ് ഫാസ്റ്റ് ചെയ്തു, ഇന്റർമീഡിയറ്റ് അല്ല, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിന്റെ റിപ്പയറിംഗ് വർക്ക് അപ്പോൾ നടക്കും. അത് വളരെ നല്ലതാണ്. പക്ഷെ എല്ലാ ദിവസവും ചില മീൽസ് സ്കിപ്പ് ചെയ്യുന്നത് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും നിങ്ങൾ സപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് ഉറപ്പുവരുത്തുക. അപ്പോൾ അത് ബെനിഫിഷ്യൽ ആവും. അല്ലെങ്കിൽ നിങ്ങളെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇല്ല ഫ്രീസ് ആയിരുന്നു കുറച്ചു നേരം, കുഴപ്പമില്ല. അപ്പൊ പ്രോട്ടീൻ ഇൻടേക്ക് പറഞ്ഞു. പ്രോട്ടീൻ ഇൻടേക്ക് ഇപ്പൊ ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റിന്റെ into 2 grams ഓഫ് പ്രോട്ടീൻ എങ്കിലും നമ്മൾ കൺസ്യൂം ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതെന്താ, അതിനെക്കുറിച്ച് എത്രത്തോളം പ്രോട്ടീൻ നമ്മൾ കൺസ്യൂം ചെയ്യണം? ഒരു വ്യക്തിക്ക് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റിന് അനുപാതികമായിട്ട് 1 kg ബോഡി വെയിറ്റിന് 1 gram എന്നുള്ള അളവിൽ ഒരു വ്യക്തിക്ക് ഒരു ദിവസം ശരീരത്തിന് ലഭിച്ചിരിക്കണം. ഇപ്പോഴുള്ള അസുഖങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് ഡീജനറേറ്റീവ് ഡിസീസ്, അതർവൈസ് അതിനെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് ഡീജനറേഷൻ സംഭവിക്കുന്നു? നമ്മുടെ സെല്ലുകൾ ബിൽഡ് ചെയ്യാനാണ് നമ്മുടെ പ്രോട്ടീന്റെ ആവശ്യം എന്ന് പറയുന്നത്. പ്രോട്ടീനിലൂടെ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ്സ്, ഈ അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെൽസിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പറയപ്പെടുന്ന ഏകദേശം 21 ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ട്. ആ അമിനോ ആസിഡ്സിൽ 9 ആസിഡ്സ്, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് യു ഹാവ് ടു ഗെറ്റ് ഫ്രം അവർ ഫുഡ്. ആ 9 എസെൻഷ്യൽ അമിനോ ആസിഡ് നമ്മുടെ ഫുഡിൽ കൂടി കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡി തന്നെ സിന്തസൈസ് ചെയ്ത് ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ ആ ഫുഡിൽ നമ്മുടെ എല്ലാ ടൈപ്പും, കാരണം ഇപ്പൊ കണ്ണിലെ സെൽസ് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അമിനോ ആസിഡ് ആണെങ്കിൽ നമ്മുടെ ഹെയർ ബിൽഡ് ചെയ്തിരിക്കുന്ന വേറെ ടൈപ്പ് ഓഫ് അമിനോ ആസിഡ് ആണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള അമിനോ ആസിഡും നമ്മുടെ ശരീരത്തിന് ലഭിക്കണം എന്ന് ഉള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇവിടെ പ്രധാന പ്രശ്നം വരും എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ എന്ന് പറയുന്ന സപ്ലിമെന്റ്സ് ഉണ്ട്. പല കമ്പനികളും ഇത് മനസ്സിലാക്കി, ആളുകൾ ഈ സപ്ലിമെന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഒത്തിരി പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ബോഡി ബിൽഡിങ്ങിന് ചെല്ലുന്നവർക്ക് ജിമ്മിൽ അതുണ്ട്. അത് എന്ത് ടൈപ്പ് വേ പ്രോട്ടീൻ, അത് പലതരത്തിലുള്ള, അതിലെല്ലാം എന്താണ് അടങ്ങിയിരിക്കുന്നത് അത് ജിമ്മിൽ പോകുന്നവർ വരെ പറയാറുണ്ട്. അത് അവിടെ ജിമ്മിൽ സാധാരണ ആളുകൾ പോകുന്ന ബോഡി ബിൽഡിങ്ങിനാണ് പോകുന്നത്. ഇപ്പോഴാണ് കുറച്ച് കാലമായിട്ട് സ്ത്രീകൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പ്രോട്ടീന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാനും നിങ്ങൾ പ്രോട്ടീൻ കഴിക്കണം. ഇപ്പൊ ആൾക്കാർ പറയുന്ന തടി കുറയ്ക്കാൻ പോകുന്ന സ്ത്രീകൾ ഞാനിന് പ്രോട്ടീൻ കഴിച്ചു തടി കൂടില്ലെന്ന്. അവിടെയാണ് ഇവരെല്ലാവരും ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്ന് മനസ്സിലാക്കണം. നമ്മളെല്ലാം 8th സ്റ്റാൻഡേർഡിന് മുമ്പ് പഠിച്ചതാണ് ഈ കാര്യങ്ങൾ. അപ്പൊ അതിനകത്ത് മനസ്സിലാക്കേണ്ടതാണ് എന്താണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്, എന്താണ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്, എന്താണ് വൈറ്റമിൻസും മിനറൽസും ചെയ്യുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കണം. ഒരു ഡൗട്ട്, പ്രോട്ടീൻ ഫാറ്റ് മെറ്റബോളിസത്തിനെ എഫക്ട് ചെയ്യാറുണ്ടോ? ലൈക്ക് പ്രോട്ടീൻ ഇപ്പൊ പറഞ്ഞല്ലോ, പ്രോട്ടീൻ നമ്മൾ
കൺസ്യൂം ചെയ്യണം. അത് വെയിറ്റ് ലോസ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്, ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഫാറ്റ് ലോസിന് പ്രോട്ടീൻ കൺസപ്ഷൻ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ? ഇതിനകത്ത് പ്രധാനമായിട്ട് ഫാറ്റ് നിങ്ങൾ വൺസ് ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ അത്ര ഈസി അല്ല. നിങ്ങളുടെ ഫാറ്റ് ബോഡിയിൽ അടിഞ്ഞു കഴിഞ്ഞാൽ ആ ഫാറ്റ് എപ്പോഴാണ് പ്രകൃതി ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പട്ടിണി കിടക്കുന്ന സമയത്ത്, നിങ്ങൾ സ്റ്റാർവിങ് സമയത്താണ് ഫാറ്റ് ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പം നമ്മൾ ഈ ഫാസ്റ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആദ്യമേ ഉപയോഗിക്കുന്ന ഹാഫ് ഡെഡ് ആയിട്ടുള്ള സെൽസിനെ ആദ്യമേ കൺസ്യൂം ചെയ്യും. അതിനുശേഷമാണ് പിന്നെ ഫാറ്റിലേക്ക് വരുന്നത്. ആദ്യമേ മനസ്സിലാക്കേണ്ട ഈ ഫാറ്റ് എന്ന് പറയുന്നതും ലൈഫുള്ള ഒരു സെല്ലാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഉണ്ട്, ആ ഫാറ്റ് ലൈവായിട്ടുള്ള ആ സെൽസും വിശക്കുന്ന സമയത്ത് എനിക്ക് വിശക്കുന്നു എന്ന് പറയും, ബ്രെയിനിന് ഇൻറ്റിമേഷൻ കൊടുക്കും. അതുകൊണ്ടാണ് ഫാറ്റായിട്ടുള്ള ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർ പിന്നെയും ഭക്ഷണം കഴിക്കുന്നത്. അത് നമ്മൾ കൺട്രോൾ ചെയ്യും. നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹാബിറ്റ്സ് ആണ്. നമ്മൾ ഇപ്പം എൻ്റെ വൈഫിന് ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ചോറ് കഴിക്കുന്നത് കുറയ്ക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ ആള് സമ്മതിച്ചില്ല. അത് ഡോക്ടറെ കൊണ്ട് കുറച്ച് ഇപ്പോൾ 1/3 ആക്കി മാറ്റി. ദാറ്റ് ഈസ് എ ഹാബിറ്റ്. അപ്പോൾ ആ ഹാബിറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധിക്കും. അപ്പോൾ നമ്മൾ ചോറ് കുറയ്ക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ സാധിക്കും. ചോറ് ഇതിപ്പോൾ മനസ്സിൽ ഇന്ന് ഞാൻ ചോറ് കുറച്ചാണുള്ളത് തിന്നെ എന്ന് മനസ്സിലൊരു വിഷമം വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സയൻസ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചോറ് കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് ഈ വെയിറ്റ് ലോസിന് നിങ്ങൾ പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് വെയിറ്റ് ലോസ് ഒന്നും വരില്ല. നിങ്ങൾ വൺസ് ഓവർ വെയിറ്റ് ആയി അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് വന്നാൽ നിങ്ങൾ ഈ വെയിറ്റ് എക്സർസൈസ് ചെയ്താൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും കൺസ്യൂം ചെയ്തുകൊണ്ട് വെയിറ്റ് എക്സർസൈസ് ചെയ്ത് കുറയ്ക്കുക. അതാണ് ഇതിനകത്തുള്ള പ്രതിവിധി എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് ഇത് കുറയില്ല. ഇപ്പം നമ്മൾക്ക് സാധാരണ ലഭിക്കുന്ന എല്ലാ പ്രോട്ടീനിലും ഈ പറയുന്ന രീതിയിലുള്ള എന്താ പറയുക കൊളസ്ട്രോളും ഫാറ്റെല്ലാം അടങ്ങിയിട്ടുണ്ട്. മുട്ട കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ ആദ്യ ആളുകൾ പറയുന്നത് ഉണ്ണി കഴിക്കരുതെന്ന്. തെറ്റായ ഇതാണ്. അതിനകത്താണ് ഏറ്റവും കൂടുതൽ കണ്ടൻസ് ഇരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ആദ്യമേ മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷം ആളുകൾ എക്സസൈസിലേക്ക് വരുമ്പോഴാണ് അത് പ്രയോജനപ്പെടുന്നത്. ഓക്കെ, ഞാൻ ഒരാളുടെ ഒരു സിറ്റുവേഷൻ പറയാം സർ. വർക്ക് ലൈക്ക് ഒരു IT പ്രൊഫഷണൽ ആണ്. ഡെയിലി മൺഡേ ടു ഫ്രൈഡേ വർക്കുണ്ട്. പുള്ളി ആക്സസ് ചെയ്യാൻ ഇപ്പൊ പുള്ളി രാത്രിയാണ് വീട്ടിലെത്തുന്നതെന്ന് കൺസിഡർ ചെയ്യാം. പുള്ളി രാത്രിയാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ സാറിന്റെ പ്രോഗ്രാമിന് 1 hour പുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വെച്ചു. കൺസിഡർ ചെയ്യാം 1 hour മാറ്റി വെച്ചു. അപ്പൊ ഈ പ്രോഗ്രാം പുള്ളി സാറ് പറഞ്ഞു ഇത് ആക്ച്വലി ഫിസിക്കൽ ട്രെയിനിങ്ങും യോഗയും ക്ലബ് ചെയ്താണ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തിയററ്റിക്കൽ നോളജ് ബേസിക്സ് ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് ആക്ച്വലി ജിമ്മിൽ പോയി ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല ഒരു അവസ്ഥയാണ്. അപ്പോൾ സാറിന്റെ ഫിസിക്കൽ ട്രെയിനിങ് ആക്ച്വലി സ്വന്തം ബോഡി വെയ്റ്റ് ട്രെയിനിങ്ങിലൂടെയാണോ പറഞ്ഞു തരുന്നത്, അതോ ഒരു റൊട്ടീൻ ഉണ്ടോ ഇതിന്? മൺഡേ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ഉണ്ടോ? എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? എൻ്റെ കോഴ്സ് എന്ന് പറയുന്ന ഡിസൈൻ ചെയ്തിരിക്കുന്ന സാറ്റർഡേ 8 PM ഞാൻ വെൽനസിനെ കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാമാണ് കൊടുക്കുന്നത്. അതിൻ്റെ റെക്കോർഡിങ്സ് ഉണ്ടായിരിക്കും. എൻ്റെ എല്ലാ മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് നമ്മൾക്ക് 6 to 8 അത് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ അനുസരിച്ച് 1 hour ആണ്. 6 to 7, 7 to 8 അങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പിന് വേണ്ടി അതനുസരിച്ചുള്ള യോഗയും ഫിസിക്കൽ എക്സസൈസും സജസ്റ്റ് ചെയ്യും. ക്ലാസ്സുകളുണ്ടായിരിക്കും. ഓൺലൈനിൽ ജോയിൻ ചെയ്ത് ആളുകൾ ഈ ക്യാമറ ഓൺ ചെയ്ത് തന്നെ അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട്. അത് അവർ ഈ സാറ്റർഡേ കൊടുക്കുന്ന കോഴ്സിൽ അവർ എന്ത് ടൈപ്പ് ഡ്രസ്സ് ധരിക്കണം, അത് ബ്രീത്തിങ്ങിനെ എങ്ങനെ സഹായിക്കും എന്നുള്ള കാര്യങ്ങൾ മുതൽ തുടങ്ങും. അപ്പോൾ ആ ബ്രീത്തിങ് എക്സർസൈസ് ആണ് ഏറ്റവും ആദ്യത്തെ പ്രധാനം. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ ബ്രീത്തിങ് എക്സർസൈസ് മുതലുള്ള കാര്യങ്ങൾ തിയറി പറഞ്ഞ് മനസ്സിലാക്കും. അതിനുശേഷം നിങ്ങൾക്ക് ബോഡി റിലാക്സ് ചെയ്യാനുള്ള ടെക്നിക്ക് ഈ തിയറി ക്ലാസ്സിൽ പഠിപ്പിക്കും. അത് നമ്മൾ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ ചെയറിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ ബോഡി റിലാക്സ് ചെയ്യാമെന്ന് പഠിക്കും. അത് നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മൾക്കത് ചെയ്യണം. ഓരോ എക്സർസൈസ് ചെയ്യുമ്പോൾ ആൾക്കാർ ബലം പിടിച്ച് മുഖമൊക്കെ കറുപ്പിച്ച് നിന്നുകൂടി. ഇപ്പോൾ അതല്ല, നിങ്ങളൊരു പോസ്റ്ററിലോ അല്ലെങ്കിൽ ഒരു എക്സർസൈസ് സ്മൈൽ ചെയ്തുകൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നു. അതാണ് ഏറ്റവും പുതിയ ടെക്നോളജി. നമ്മളെപ്പോഴും ഫിസിക്കലി നമ്മൾ അറിഞ്ഞുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മൾ ചിരിക്കുക. ആ ചിരിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി കെമിക്കൽസ് ക്രിയേറ്റ് ചെയ്യും.
അപ്പോൾ നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ ചെയ്യുക. അതൊക്കെ ആ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതിന് ശേഷം ഈ യോഗ ചെയ്യും. അതിനുശേഷം ഫിസിക്കൽ എക്സസൈസ് ഉണ്ടാവും. ഏകദേശം 10 എക്സസൈസ് ഉണ്ടാവും. 10 മിനിറ്റ്സ് ആണ് അത് വരുന്നത്. നിങ്ങൾക്കൊരു 40 സെക്കൻഡ്സ് എക്സസൈസ്, ദെൻ 20 സെക്കൻഡ്സ് റിലാക്സേഷൻ, ദെൻ അങ്ങനെ ഇടയ്ക്ക് അതിനെന്തെങ്കിലും ആ എക്സസൈസ് ചെയ്യാൻ എന്തെങ്കിലും സ്പെഷ്യൽ എക്യുപ്മെന്റ്സിന്റെയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് നല്ല കറക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം, നിങ്ങൾക്കൊരു മാറ്റ് വേണം, തറയിലായിരിക്കണം ചെയ്യേണ്ടത്. ഒരു എക്യുപ്മെന്റ്സിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വെയിറ്റ് എക്സസൈസ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള എക്സസൈസ് ഓൺലൈനിൽ ഇഷ്ടംപോലെ കാണാം. എൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ എന്ത് ടൈപ്പുള്ള എക്സസൈസ് വേണമെങ്കിലും നമ്മൾക്ക് ഒരു എക്യുപ്മെന്റ് ഇല്ലാതെ ചെയ്യാവുന്ന കിട്ടും. ഞാനിവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഈ അവരുടെ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരിക. ഇവരാരും എല്ലാവർക്കും അറിയാം, ഇതെല്ലാം ചെയ്യണമെന്ന് അറിയാം. അപ്പം നിർബന്ധപൂർവ്വം ആളുകളെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ഫോൺ വരെ കൊടുത്തിട്ട് അവർ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് രാവിലെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക. ഇപ്പം ജിമ്മുകാരത് ചെയ്യുന്നുണ്ട്. ഒരാൾ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ കറക്റ്റായിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പ് വിളിക്കും, സാറേ വന്നോളൂ സമയമായിട്ടോ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിവിടെ ചെയ്തുകൊണ്ട് ആളുകളെ ഉണർത്തി ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുക. അങ്ങനെ പറ്റുള്ളൂ. ആളുകളുടെ പ്രധാന പ്രശ്നം ഇതൊന്നും അറിയാൻ പാടില്ല, ഇത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല ഞാൻ പറയുന്നത്. അത് ആ പ്രയോഗത്തിൽ ആ എക്സസൈസ് യോഗയും ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഈ IT പ്രൊഫഷണലിൻ്റെ കേസ് പറഞ്ഞാൽ അവർക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചേർന്നിരുന്നുകൊണ്ട് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്സ്, യോഗ ടെക്നിക്സ്, ബ്രീത്തിങ് ടെക്നിക്സ്, അതുപോലെ മെഡിറ്റേഷൻ, ഒരു വെറുതെ ഒന്ന് ഇരുന്നുകൊണ്ട് നിങ്ങളൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാൻ എങ്ങനെയാണെന്ന് പറയും. സിമ്പിളായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാവുന്ന തോട്ട്ലെസ്നെസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഒന്നും ചിന്തിക്കാതെ ഇരിക്കാൻ പറ്റുക. ആളുകളുടെ പ്രധാന പ്രശ്നം അവരുടെ തലയിലേക്ക് നെഗറ്റീവ് കാര്യങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. ആ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കണത് നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ IT പ്രൊഫഷണലാണ്, ജോലിയിലിരുന്ന് ആ കസലിരുന്നുകൊണ്ട് ഒരു 5 മിനിറ്റ്സ് ആദ്യമൊന്നും പ്രാക്ടീസ് ചെയ്ത് വളരെ അത്ര ഈസി ആയിട്ടുള്ള കാര്യത്തിലാണ് തോട്ട്ലെസ്നെസ്. നിങ്ങളുടെ ഇപ്പം തന്നെ ഡോക്ടർ ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. നിങ്ങളുടെ ബ്രീത്തിൽ മാത്രം ഒന്ന് ചിന്തിക്കുക. ആ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് സ്മൈലും ചെയ്യുക. ഈ 2 കാര്യങ്ങൾ, നിങ്ങൾ സ്മൈൽ ചെയ്യുകയാണോ ബ്രീത്ത് ചെയ്യുകയാണോ നിങ്ങൾ ഒന്ന് നോക്കിക്കൊണ്ട് എത്ര സെക്കൻഡ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഞാൻ ആളുകളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഈ തോട്ട്ലെസ്നെസ് കൊണ്ടുവന്നാൽ തന്നെ നിങ്ങളുടെ പല അസുഖങ്ങൾക്കും നിങ്ങൾക്ക് റിലീഫ് കിട്ടും. അപ്പോൾ ആ ഒരു ടെക്നിക്ക് പോലുള്ള കാര്യങ്ങൾ എല്ലാവരും ഉപയോഗിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബിസി വേൾഡിൽ ആളുകൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ഫിസിക്കൽ എക്സസൈസിന് ഞാൻ സജസ്റ്റ് ചെയ്യും, അത് ചെയ്യണം. ഇനി ആ ടൈം പറ്റാത്തവർക്ക് വേണമെങ്കിൽ റെക്കോർഡിംഗ് അയച്ചു കൊടുത്ത് അവരുടെ ടൈമിൽ അത് ചെയ്യാം. അത് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നവർക്ക് അത് അയച്ചു കൊടുത്ത് അവർക്ക് ആ സമയത്തും ചെയ്യാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പല ആൾക്കാരും അതിന് ആ സമയത്തൊക്കെ ലേഡീസിന് വേണ്ടി ലേഡീസ് ട്രെയിനേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. സാറിന്റെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തി, സാറ് പുള്ളിയുടെ എൻഡ് റിസൾട്ട് എങ്ങനെയാണ് കാണുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പോ ജോയിൻ ചെയ്തു, ഞാൻ ഇങ്ങനെ ഇത്രയും എനിക്ക് ആങ്സൈറ്റി പ്രോബ്ലം, ഡിപ്രഷൻ, വെയിറ്റ്, ഓവർ വെയിറ്റ്, ഇങ്ങനെ ഈ 3 കണ്ടീഷൻസും വെച്ച് സാറിന്റെ പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തു എന്ന് കൺസിഡർ ചെയ്യാം. എന്നൊരു വ്യക്തി അറ്റൻഡ് ചെയ്തു എന്ന് കൺസിഡർ ചെയ്യാം. സാറ് ആ പുള്ളിക്കുന്ന ഇതൊരു 3 months ഫോർ എക്സാമ്പിൾ, 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി എന്തൊക്കെ പറയണം എന്ന് വെച്ചാൽ സാറിന് അങ്ങനെ ഒരു ഇതുണ്ടോ? ലൈക്ക് എന്ന് വെച്ചാൽ എൻ്റെ സാറ് പറയത്തില്ലേ, എൻ്റെ ഈ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ സ്പിരിച്വൽ വെൽബീയിങ്, മെന്റൽ വെൽബീയിങ്, ഇമോഷണൽ വെൽബീയിങ്, ഇത്രയും കാര്യങ്ങൾ ഇൻക്രീസ് ആവും. അപ്പം റിസൾട്ട് എങ്ങനെയാണ് അളക്കുന്നത്, മെഷർ ചെയ്യുന്നത്? ഇതിനകത്ത് റിസൾട്ട് മെഷർ ചെയ്യുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന ജിമ്മിൽ പോകുന്ന വ്യക്തികളാണെങ്കിലും അവർ കുറച്ച് കഴിയുമ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഇത് ആളുകൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്യുന്ന ആളുകൾക്ക് റിസൾട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെയിറ്റ് കുറയുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അതൊന്നും അത്ര ഈസി അല്ല. നമ്മൾ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടെക്നോളജി ലോകത്തിൽ ഒരിടത്തും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ഈ ഫിസിക്കലി ഇത് ബേൺ ചെയ്തിട്ട് മാത്രമേ നടക്കുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ അത് എൻ്റെ റിസൾട്ട് മെഷർ ചെയ്യുന്ന പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയെ പല കമ്മ്യൂണിറ്റി ആയിട്ട് തിരിച്ച് ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, ആ കമ്മ്യൂണിറ്റിയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം. അത് ഞാൻ എപ്പോഴും 80-20 റേഷ്യോ എപ്പോഴും എടുക്കും. നമ്മൾ എന്ത് അതെ ഫീഡ്ബാക്ക് ഇതാണ്. ആളുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അവർ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്.
അത് ഞാൻ 100% ആളുകൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാലും അതിൽ 20% ആൾക്കാരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് ഒരു ജനറൽ നാച്ചുറൽ തിയറി ഉണ്ട്, 20-80-20 റേഷ്യോ. അപ്പൊ നമ്മൾ എത്ര ആ 80-20 റേഷ്യോയിൽ 20% ആൾക്കാർ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ അത് അങ്ങനെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാതെ വരുന്നവരെല്ലാവരും ഇത് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. എനിക്ക് റിസൾട്ട് കിട്ടി, അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം, ഞാൻ വഴി കുറച്ച് പേര് രക്ഷപ്പെടുക, അതാണ് എൻ്റെ സന്തോഷം. അല്ലാതെ വേറെ സന്തോഷം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ സാറിന് ഈ സാധാരണ ആൾക്കാർക്ക് ഈ ഫിറ്റ്നസ്സുമായിട്ട് മെന്റൽ, സ്പിരിച്വൽ, ഇമോഷണൽ വെൽബീയിങ് ഇത്രയും കാര്യങ്ങൾ മോശമാണ്, ഒരു പടി കൂടെ മുന്നോട്ട് എടുക്കണം എന്ന് ഉള്ള ആൾക്കാരാണല്ലോ സാറിൻ്റെ ഓഡിയൻസ് മെയിനായിട്ട്. ഇപ്പം സാറിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും, സാറിൻ്റെ സർവീസസ് എങ്ങനെ അറിയാൻ പറ്റും, കൂടുതൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ലൈക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ? ഞാൻ വാട്സപ്പിലൊക്കെ ചെറിയ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ആർട്സ് റൺ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുവഴി എൻ്റെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നുള്ള ഓട്ടോമേഷൻ വഴി നിങ്ങൾക്ക് മെസ്സേജസ് ഒക്കെ കിട്ടുന്നുണ്ടോ. നമ്മൾ കേട്ടോ. സാറിന് ജനറൽ പബ്ലിക്കിന്റെ അടുത്ത് പറയാനുള്ള ഒരു എന്താ സ്ലോഗൻ, ലൈക്ക് വാട്ട് ഇസ് എന്തൊരു ബെസ്റ്റ് തിങ് എന്ന് പറയില്ലേ, എന്താ? ഹെൽത്തി, വെൽത്തി, ഹാപ്പി ആൻഡ് പീസ്ഫുൾ ലീഡ് ചെയ്യുക. അതിനെങ്ങനെ ലീഡ് ചെയ്യാമെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. അതാണ് ഞാൻ കൊടുക്കുന്ന സ്ലോഗൻ. അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള എല്ലാം പരിഹാരം കിട്ടും. അത് സെർച്ച് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹെൽത്തി ആയിട്ടും വെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടും ജീവിക്കാം. ഹെൽത്ത് എന്ന് പറയുന്നതും ഡെഫിനിഷൻ ഒന്ന് തന്നെയാണ്. വെൽത്ത് എന്ന് പറയുന്നതും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാതെ വെൽത്ത് എന്ന് പറയുന്ന പൈസ ഉണ്ടാക്കലല്ല. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും സോഷ്യൽ ഹെൽത്തും സ്പിരിച്വൽ ഹെൽത്തും ബെറ്റർ ആവുന്നതിനാണ് ശരിക്കും വെൽത്ത് എന്ന് പറയുന്ന എൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.